അപ്പോഴേ ഒരു പുതിയൊരു വീഡിയോ ഉണ്ടായല്ലോ. ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസം 7 മാസം മുന്നേ ആയിരിക്കും. ഞാനും മോളും അവളും കൂടെ ഒരു സൂ യാത്ര, നമ്മളെ തിരുവനന്തപുരത്ത് കുഞ്ഞിനെ ജസ്റ്റ് നമ്മുടെ മൃഗങ്ങളെയൊക്കെ അവർക്ക് കാണണമല്ലോ, അല്ലാതെ അവൾക്ക് ഫോട്ടോയിൽ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് നേരിട്ട് കണ്ട് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര. ഇതൊക്കെ ഒരു വയസ്സും ഒരു 2-3 മാസം ഉള്ളപ്പോൾ എടുത്തതാണ് കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് ദിവസമായി, ഇടാൻ കുറച്ച് ലേറ്റായെന്നേ ഉള്ളൂ. നമ്മൾ സൂ എൻട്രിയിലോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു 20 രൂപ എങ്ങാണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ടിക്കറ്റ് കൊടുത്തു. നമ്മൾ സൂവിലെ എൻട്രിയിലോട്ട് കയറുന്നുണ്ട്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഈ സിംഹവാലൻ കുരങ്ങനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്. നല്ല രസമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അത്യാവശ്യം വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഈ വരുന്നോളം മൂങ്ങ, കഴുകൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസിനെ നമുക്ക് കാണിച്ചു കൊടുക്കും. കുറേ നാളായിട്ട്, കുറേ നാളല്ല, കുറച്ച് ദിവസമായിരിക്കും നമ്മുടെ ഫോട്ടോസിലുള്ള പിന്നെ വന്നിട്ട് കടുവ കടുവയാണ് കാണിച്ചെടുക്കുന്നത്. അത് നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ എത്തിയാലുള്ള അവസ്ഥ പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരിയായിരിക്കും. അവളും കണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞാദ്യമായിട്ടല്ലേ. അപ്പം കുറച്ചൊരു, പിന്നെ ഞാനും അവളും കൂടെ കുരങ്ങൻ്റെ അടുത്ത് ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോ അല്ല ഫോട്ടോസാണ് കേട്ടോ. അങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഭയങ്കരമായ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചീങ്കണ്ണി, ഇവിടെ തിരുവനന്തപുരത്ത് ചീങ്കണ്ണി മുതലാ ആ ഒരു ഐറ്റം അങ്ങനെയാണ് പറയുന്നത്. മോളങ്ങ് ക്ഷീണിച്ചു പോയി, വെയിലത്ത് അങ്ങ് ക്ഷീണിച്ചു പോയി. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് ചില്ലിങ്ങൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ടും കാര്യമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് പറയുകയാണ് കേട്ടോ. പുള്ളിക്കാരി മൊത്തത്തിലങ്ങ് ടയേർഡായിപ്പോയി. ഈ കടുവയും കണ്ടപ്പോൾ ആശയത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ 2 ഐറ്റം കടുകയുണ്ട്, വെള്ളക്കടുവയും അങ്ങനെ. പിന്നെ വന്നിട്ട് നമ്മൾ അവിടെ ഒരു അണ്ണാനുണ്ടായിരുന്നേ. അണ്ണാൻ ഈ പറയുമ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് അത് അടുത്ത് വരുമായിരുന്നു. ബിസ്ക്കറ്റ് എങ്ങാണ്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു, ബിസ്ക്കറ്റോ കടല എങ്ങാണ്ട്, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് ദിവസം മുന്നേ അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ശലഭ പാർക്കുണ്ടല്ലോ, അവിടുത്തെ ആ ശലഭ പാർക്കിലൂടെ അവളും കൊച്ചും കൂടെ നടക്കുന്നു, ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. അതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ഒത്തിരി ശലഭങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വെയിലൊക്കെ ആയതുകൊണ്ട് കുറവാണ്, എന്നത്തേനെ അപേക്ഷിച്ച് കുറവാണെന്നാണ് അവിടുത്തെ ഗാർഡൻ പറഞ്ഞത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ആ മുകളിൽ കൂടെയുള്ള ആ പാതയിൽ കൂടെ ഇങ്ങനെ നടക്കാം. താഴോട്ടാണ് ഈ പറഞ്ഞ പോലെ ഒത്തിരി ചിത്രശലഭങ്ങളെ ആകർഷിക്കാനുള്ള ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അവർ. കൊള്ളായിരുന്നു. രാജമല്ലിയൊക്കെ, എനിക്ക് ഇന്നത്തെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രാജമല്ലിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോഴൊക്കെ അത് കണ്ടിട്ട് കാലങ്ങളായല്ലോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എൻട്രൻസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്നത് പാമ്പുകളുടെ കൊട്ടാരം, അങ്ങോട്ട് പോകുന്നത് ആനാക്കൊണ്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് അവിടെ. പക്ഷേ അത് നമ്മൾ കണ്ട് പിന്നെ പെട്ടെന്നങ്ങ് ഇറങ്ങി. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്നുള്ള സോഡ ലൈമും കാര്യം